ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചക്ക കൊണ്ടൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചക്ക എടുക്കുക കേട്ടോ. നമുക്ക് വേണ്ടത്ര ആവശ്യമുള്ളത്ര ചക്ക എടുക്കാം. അപ്പോൾ നല്ല പഴുത്ത ചക്ക കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കണ്ട് നമ്മൾ മിക്സിക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. മിക്സിയിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ചക്ക ഹൽവ ആയിട്ട് നമുക്ക് എടുക്കുന്നത്, ചക്ക പുഡിങ് ആയിട്ട് എടുക്കട്ടോ. അപ്പോൾ ചക്ക പുഡിങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിക്കാണ്ട് ഹൽവ ആക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നരച്ച് കൊണ്ടുവന്നിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് ക്രീമി പോലെ കിട്ടണം കേട്ടോ. ഫുള്ളായിട്ട് നല്ലോണം അരഞ്ഞ് വരണം കേട്ടോ. നമുക്കിത് നമുക്ക് മിക്സിയൊക്കെ ഫുള്ള് തുടച്ചിക്കാണ്ട് നമുക്ക് ഈ പാത്രത്തേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി മിക്സിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമ്മളൊക്കെ കഴുകിയെടുത്തേക്കും കേട്ടോ. നമുക്ക് ഈ ചക്ക അരച്ചത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിക്കാണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിക്കാണ്ട് നമുക്ക് ശർക്കര ഇട്ടിക്കാണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. ഞാൻ അപ്പോൾ 1.5 ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ചക്ക നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ശർക്കരയൊക്കെ എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ 1.5 ശർക്കര മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ശർക്കര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ അത് തിളക്കണ നേരം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇതിമൊന്ന് കളിച്ചു ഉത്തിറക്കിയിട്ടുണ്ട്. അതിന്മേൽ ഇങ്ങനെ തോണ്ടിക്കൊത്തുന്നിട്ട് ഇപ്പോൾ ഞാൻ ആ ചക്കൻ്റെ ആ ചക്ക നമുക്ക് അങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ കുറേ ഉരുകി വന്നിട്ടുണ്ടോ. ഇനി കുറച്ചുകൂടി ഉരുകിയൊക്കെ വരാണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ കടന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഉരുകി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചക്കരയൊക്കെ ഫുള്ളായിട്ട് ഉരുക്കി വന്നിരിക്കണം. അപ്പോൾ ഈ നേരത്തെ നമ്മളുടെ ഈ ചക്ക നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാരുമ്പോൾ നമുക്കിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കട്ട കുത്തിക്കാണ്ട് കരം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊന്നുകൂടി മിക്സായി നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫുൾ ഉരുകി കിട്ടും നമുക്ക്. ഫസ്റ്റ് പാരുമ്പോൾ അതിങ്ങനെ കരം ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ടാണ്, എന്നാലും നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഒക്കെ ശരിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് തിന്നാണ്ടല്ലോ ഗൈസ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 സ്പൂണായിട്ട് നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. നെയ്യ് അത്യാവശ്യത്തിന് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് നന്നായിട്ട് ഇട്ടെടുത്തുകൊണ്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ ഇടുമ്പോഴത്തേന് ഇത് പെട്ടെന്നൊന്ന് കുറുകി വരും കേട്ടോ നമുക്ക്. അപ്പോൾ കണ്ടത് നെയ്യ് പാർന്നിടനെ നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം കുറുകി വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്തുകൊണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നമുക്കിത് പുഡിങ് പോലെ ഉണ്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിക്കാണ്ട് ഹൽവ ആയിട്ട് എടുക്കാം കേട്ടോ. അവിടെ നമ്മൾ ചക്ക ഇതിലേക്ക് ഇടുമ്പോൾ നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹൽവ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസർക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തണുപ്പിച്ചിക്കാണ്ടാണ് എന്ത് തിന്നണം ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഫ്രീസർക്ക് വെക്കാതെ എണ്ണ പാത്രത്തിന് ചുറ്റോറാക്കിക്കാണ്ട് ഇത് പാർന്നെടുത്താൽ നമുക്ക് ഹൽവ ആയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ നല്ല വൃത്തിക്കായി വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. താങ്ക് യു.